ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത നാട്ടുകാർ 3 മണിക്കൂറോളം ഉപരോധിച്ചു. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിനെ തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെ 12:30ഓടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. മന്ത്രിമാരും ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് കാട്ടുപോയി നടക്കട്ടെ. ബാക്കിയുള്ളവർ വെടിവെച്ചുവല്ലേ? ഇത് ഇന്നും നിലം തുടങ്ങിയതല്ലേ ഇവിടെ? ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോ എന്താ പറയുക? അവര് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോവാൻ നിങ്ങൾ വല്ല പാട്ടിക്കോട്ടി അവര് പടക്കം പൊട്ടിക്കാൻ പാടില്ല, തീ കൊളുത്താൻ പാടില്ല. അവർക്ക് അവരുടെ കുടുംബത്തിൽ പോയി കിടന്നാൽ മതി. ഇവിടെ പട്ടി, നായ്ക്കള്, ആന, പൂച്ച, പട്ടി ഇതൊക്കെ, പിന്നെ കുറച്ച് രാഷ്ട്രീയക്കാരും, പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും. ഇവിടെ കേരളത്തിൽ അത് മതി. ബാക്കി ആരും ഇവിടെ വേണ്ട. വെടിവെച്ചു കൊല്ലട്ടെ ബാക്കിയുള്ളവരെ. അഞ്ചാം ദിവസവും കാട്ടാനിറങ്ങി ബൈക്ക് യാത്രക്കാരൻ ആനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതിനെ തുടർന്ന് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത നാട്ടുകാർ ഉപരോധിച്ചു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് കാട്ടാന എത്തിയത്. ഇതോടെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ് മറ്റേ വീട്ടിലേക്ക് പോണ വഴിക്ക് നേരെ റോട്ടിൽ ആന നിൽക്കലും ഞാൻ നേരെ ആനയുടെ ബാക്ക് വശത്ത് പെട്ട് ഈ ബൈക്കിൻ്റെ സൗണ്ട് കേട്ട് ആന ഒരു 10 അടി മുന്നോട്ട് പോയോണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ഞാനങ്ങനെ ബൈക്ക് ഇട്ടിട്ട് ഓടുകയാണ് ചെയ്തത്. ഭയങ്കരമായിട്ട് അതിൽ വളരെ അധികം പേടിക്കും ഇത് ഞാൻ ചെയ്ത്. അപ്പോഴേക്കും ഒരു വീട്ടിലെ നിലവിളി കേട്ടിട്ട് ഒരു വീട്ടിലെ ഡോറ് തുറന്നപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ 12:30ഓടെ പോലീസും വനംവകുപ്പ് അധികൃതരുമെത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. ഇവിടെ വന്നിട്ട് വളരെ മോശമായി. അയാളൊരു ചെറുപ്പക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അല്ലാണ്ട് അയാളേക്കാൾ സീനിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഉണ്ട്. സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ വളരെ മാന്യമായി ജനങ്ങളുമായിട്ട് ഇടപെടുന്നു. പ്രതിഷേധക്കാരുമായി അവർ മാന്യമായിട്ട് ഇടപെടുന്നു. ആ സമയത്താണ് ഈ ചെറുപ്പക്കാരനായ പോലീസുകാരൻ വളരെ മോശമായ നിലപാട് ഇവിടെയുള്ള പൊതുജനത്തിനോട് എടുത്തത്. അത് മാത്രമല്ല, അയാളെ ഇവിടെയുള്ള 2 ചെറുപ്പക്കാരുടെ കോളർമ കയറി പിടിച്ച് തള്ളി. വളരെ മോശമായിട്ട് പെരുമാറി. അതിന് ശക്തിയായ പ്രതിഷേധം ഇവിടെയുള്ള ജനങ്ങൾ അതിന് ശക്തിയായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു. ഉപരോധത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കാട്ടാനയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ആവശ്യം. അടിയന്തരമായി ഇപ്പോൾ അതിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് വേഗത്തിലാക്കണമെന്നാണ് അടിയന്തരമായി. ഇപ്പോൾ നമ്മൾ ആനയുടെ മുമ്പിൽ വേറൊന്നും ചെയ്യാതെ വന്നാൽ പൊതുജനങ്ങൾ അങ്ങനെ വെപ്രടിച്ചതിന് മുമ്പ് കൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൈകാര്യം ചെയ്യരുത്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിപ്പ് കൊടുത്ത് അവരത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന് മാത്രമാണ്. അടിയന്തരമായി ചാടി നമുക്കിപ്പോൾ കാര്യം ചെയ്യാതെ ഇപ്പോൾ നടക്കുന്ന പണി വേഗത്തിലാക്കാണ്ട് ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാക്കുക എന്നാണ് പൊതുജനങ്ങളോട് പറയാനുള്ളത്. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.